ഹലോ, അപ്പം എന്ന് വന്നിരിക്കുന്നത് 20 സിനിമകളുടെ OTT റിലീസ് അപ്ഡേറ്റ് ആയിട്ടാണ്. അഡ്മിഷൻ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സുരേഷ് ചാനൽ. ആദ്യം നല്ല സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. മെയ് മാസം 23-ാം തീയതിയാണ് ഭാവന അഭിനയിച്ച ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ മലയാളം മാക്സ് വഴി OTT റിലീസിന് പോകുന്നത്. മലയാളത്തിൽ മാത്രമായിട്ടായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു തമിഴ് സിനിമയുടെ നസിപ്പയ്യ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. അതിഥി ശങ്കറൊക്കെയാണ് സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മെയ് മാസം 16-ാം തീയതി ആയിരിക്കും സൺനെക്സ്റ്റ് വഴി ഈ സിനിമ OTT റിലീസിന് പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് മെയ് മാസം 16-ാം തീയതി റൊമാൻറ്റിക്കൽ സിനിമയുടെ OTT റിലീസിനായിട്ട്. അടുത്തൊരു തെലുങ്ക് സിനിമേന്റെയാണ്. നമ്മുടെ തമന്ന അഭിനയിച്ച സിനിമയാണ് ഒഡല സിനിമയുടെ രണ്ടാം ഭാഗം. തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്കു എന്നീ ഭാഷകളിലായിട്ട് സിനിമ ഈ വരുന്ന ആമസോൺ പ്രൈമിൽ മെയ് 8-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമേന്റെയും OTT ആയിട്ട് കാത്തിരിക്കാം നമുക്ക്. അടുത്ത അസ്ത്രം എന്ന് പറഞ്ഞ തമിഴ് സിനിമേന്റെയാണ്. മെയ് 9 മുതലാണ് സിനിമയുടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് സഹാ തമിഴിലൂടെ ആയിട്ട്. എന്തായാലും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് അസ്ത്രം സിനിമേന്റെയും നല്ല റെസ്പോൺസിനായിട്ട് OTT റിലീസിന് ശേഷം വന്നിട്ട്. അടുത്തൊരു മലയാള സിനിമേന്റെ OTT അപ്ഡേറ്റ് ആണ്. പക്ഷേ തമിഴ് പതിപ്പിലായിട്ട് സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ് സൺനെക്സ്റ്റിൽ ഈ വരുന്ന മെയ് മാസം 9-ാം തീയതി മുതലായിട്ട്. ഇപ്പം നിലവിൽ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമേന്റെ നല്ല റെസ്പോൺസിന്റെ കാത്തിരിക്കാൻ നമുക്ക് തമിഴ് പതിപ്പിനായിട്ട്. അടുത്ത വിജയ് രാഘവന്റെ ഈ വർഷം പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമയാണ് ഓസേപ്പിന്റെ ഒയ്സ്ത് എന്ന് പറഞ്ഞ സിനിമ. മെയ് 9 മുതലാണ് സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ ആമസോൺ പ്രൈമാണ് സിനിമയിൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ മേടിച്ചിരിക്കുന്നത്. മലയാള പതിപ്പിൽ മാത്രമായിട്ടാണ് നിലവിൽ സ്ട്രീമിംഗ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യന്റെ പുറത്ത് സിംപ്ലി സൗത്തിലും സിനിമ ലഭിച്ചിരിക്കുകയാണ് നിലവിൽ. അടുത്ത സത്യരാജിന്റെ മോൻ അഭിനയിച്ച സിനിമയാണ് 10 ഹവേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ നിലവിൽ റെന്റ് ഫോർമാറ്റിലായിട്ട് ആമസോൺ പ്രൈമിൽ ലഭിക്കാൻ സാധിക്കും നമുക്ക് മലയാളം, തമിഴ് ഭാഷകളിൽ മാത്രമായിട്ട്. എന്തായാലും മറ്റൊരു അടിപൊളി സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കും 10 ഹവേഴ്സ് എന്ന് പറഞ്ഞൊരു അടിപൊളി സിനിമ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമേന്റെ നല്ല റെസ്പോൺസിനായിട്ട്. സ്ക്വിഡ് ഗെയിം സീസൺ 3ന്റെ പുതിയ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. റിലീസ് ചെയ്ത് ജൂൺ മാസം 27-ാം തീയതിയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സ്ക്വിഡ് ഗെയിമിന്റെയും സീരീസിനായിട്ട് ജൂൺ മാസം 27-ാം തീയതി. കിഡ്ലൻ ടീസർ തന്നെയാണ് നിലവിൽ പുറത്തിറങ്ങിയ പുതിയ ടീസറിലൂടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജോൺ അബ്രഹാം അഭിനയിച്ച പുതിയൊരു സിനിമയാണ് ദ ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. മെയ് മാസം 9-ാം തീയതി മുതൽ ഇന്നിപ്പോൾ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് ദ ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും നല്ല റെസ്പോൺസ് ആയിട്ട് കാത്തിരിക്കാം നമുക്ക്. റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ സിനിമയുടെ OTT റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് മാസം 10-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് സി തെലുങ്കു എന്ന് പറഞ്ഞ ടെലിവിഷൻ പ്രീമിയറും അതുപോലെ തന്നെ Z5 എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലും ഒരേ സമയത്ത് സിനിമ OTT റിലീസും സ്ട്രീമിംഗും ടെലിവിഷൻ പ്രീമിയറും ചെയ്യുകയാണ്. ശ്രീലിൽ അഭിനയിച്ച സിനിമ കൂടിയാണ് റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ സിനിമ. അക്കട അമ്മായിൽ കട അബിയായി എന്ന് പറഞ്ഞൊരു തെലുങ്ക് സിനിമ ഉണ്ട്. നല്ല സിനിമയാണ് തോന്നുന്നു. ഒരു കോമഡി റൊമാൻറ്റിക് സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കും. തെലുങ്ക് സിനിമയാണ്. ഈ വരുന്ന മെയ് 8 മുതൽ ETV എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. അജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ. മെയ് 8-ാം തീയതി മുതൽ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുക നെറ്റ്ഫ്ലിക്സിൽ. തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലാണ് സിനിമ ഇപ്പോൾ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്നത്. കാത്തിരിക്കാൻ നല്ല റെസ്പോൺസിനായിട്ട്. അടുത്തൊരു ജാക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. മെയ് 8-ാം തീയതി മുതലാണ് ഈ ഒരു സിനിമയും സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. മൾട്ടി ലാംഗ്വേജിലായിട്ടായിരിക്കും സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിലായിട്ട്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിൽ മെയ് 8 മുതൽ ജാക്ക് എന്ന് പറഞ്ഞ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ബേസിൽ ജോസഫിന്റെ ഈ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് മരണമാസം എന്ന് പറഞ്ഞ സിനിമ. സിനിമ ഈ വരുന്ന മെയ് മാസം 15-ാം തീയതി സോണി ലെവലും മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസിന് പോവുകയാണ്. എന്തായാലും നല്ല റെസ്പോൺസിന് കാത്തിരിക്കും നമുക്ക് മരണമാസം സിനിമയുടെ OTT റിലീസിന് വന്നിട്ടും. അടുത്തൊരു ഹിന്ദി സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. ഭൂൽ ചുക് മാഫ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ഡയറക്ട്ലി OTT റിലീസിന് പോവുകയാണ് മെയ് മാസം 16-ാം തീയതി. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഭൂൽ ചുക് മാഫ് എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമേന്റെയും OTT റിലീസിനായിട്ട്. അടുത്തൊരു മലയാള സിനിമേന്റെയാണ് നിരപരാധിയാണോ എന്ന് പറഞ്ഞൊരു മലയാള സിനിമ ഉണ്ട്. മലയാളം മാക്സിലായിരിക്കും ഈ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് മുതലായിട്ട്. അതൊരു ഇംഗ്ലീഷ് സിനിമേന്റെയാണ്. മൈൻക്രാഫ്റ്റ് എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. സിനിമ ഈ വരുന്ന മെയ് 13-ാം തീയതി ഡിജിറ്റലായിട്ട് OTT റിലീസിന് കൈമാറുകയാണ്. VOD റിലീസും അതുപോലെ തന്നെ സിനിമയുടെ ഡിജിറ്റൽ റിലീസും. കാത്തിരിക്കുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് മെയ് മാസം 13-ാം തീയതി. നമ്മുടെ ലാലേട്ടന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ OTT അവകാശങ്ങൾ നമ്മുടെ ഡിസ്നിയാണ് മേടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജിയോ സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ ഈ വരുന്ന ജൂൺ മാസമായിട്ടായിരിക്കും സിനിമ OTT റിലീസിൽ പോകുക എന്ന് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. മറ്റൊരു സൂര്യ ചിത്രമാണ് റിട്രോ എന്ന് പറഞ്ഞ സിനിമ. സിനിമ മെയ് മാസം ലാസ്റ്റ് വീക്കായിട്ട് OTT റിലീസ് കൈമാറുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അടുത്ത നമ്മൾ നാനി അഭിനയിച്ച ഒരു ഹിറ്റ് എന്ന സിനിമയുടെ ഫ്രാഞ്ചൈസി 3-ാം ഭാഗമാണ് ഹിറ്റ് 3 തേർഡ് കേസ് എന്ന് പറഞ്ഞ സിനിമ.
സിനിമയുടെ OTT അവകാശങ്ങൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയും ഇതുപോലെ ജൂൺ മാസം ഫസ്റ്റ് വീക്ക് ആയിട്ട് അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് ആയിട്ടായിരിക്കും OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാത്തിരിക്കാം നമുക്ക് ഇത്രയും സിനിമകളുടെ OTT റിലീസ് ആയിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.